हरे कृष्णा सर्वं कृष्णार्पणमस्तु. प्रभुपाद की जय, गुरु महाराज की जय, राधा പവനപുരേഷൻ की जय. ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ഇന്നത്തെ അന്നദാനം സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ഡേറ്റ് എത്രയാണ് നോക്കട്ടെ, 29 ജൂൺ 29 അന്നദാനം സ്റ്റാർട്ട് ചെയ്തു. ഉണ്ടാക്കി പാക്ക് ചെയ്ത് വരുമ്പോഴേക്കും കുറച്ച് ലേറ്റായി. അപ്പോൾ അതുകൊണ്ട് അന്നദാനം ലിസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. അന്നദാനം കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ആരാരുടെ അന്നദാനമാണെന്നുള്ളത് ലിസ്റ്റ് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പോൾ ഇന്നത്തെ അന്നദാനം എല്ലാവരും എത്തട്ടെ. എത്തിയ ഉടനെ തന്നെ അന്നദാനം കാണിക്കാം. എവിടെ പോയി എല്ലാവരും? സുരേഷ് പ്രഭു വന്നല്ലോ നമ്മുടെ ഇന്നലത്തെ. സുരേഷ് പ്രഭു നമസ്കാരം. അദ്ദേഹം ചിന്തിക്കുന്നുണ്ടാവും എങ്ങനെയാണോ മാതാജി ഇങ്ങനെ എന്നെ കണ്ടത്, ഞാൻ കമൻസ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ എന്ന്. പക്ഷെ ആരൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് എനിക്കിവിടെ നിങ്ങളുടെ പ്രൊഫൈൽ മേലെ കാണിക്കും. കാരണം പേജ് നമ്മുടെ ഫോണിലാണല്ലോ പോകുന്നത്. അപ്പോൾ ആരൊക്കെയാണോ വരുന്നത്, വന്നിട്ട് ആരൊക്കെയാണ് മെസ്സേജ് ഇടാതെ ഉണ്ടാണ്ട് കമൻസ് ഇടാതെ നോക്കിയിരിക്കുന്നത്, അവരെയൊക്കെ എനിക്കിവിടെ പ്രൊഫൈൽ കാണും മേലെ. മഞ്ജരീസിൻ്റെ പേജിലായതുകൊണ്ട് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും എത്തട്ടെ. നമ്മുടെ അതാത് ദിവസം അന്നദാനം കൊടുക്കുന്ന ആൾക്കാർ മഞ്ജരീസിൽ നിന്ന് കോൾ ചെയ്യുന്നതായിരിക്കും. ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 93 42 49 49 41 93 42 49 49 41. അപ്പം ഇതാണ് മഞ്ജരീസിൻ്റെ കോൺടാക്ട് നമ്പർ. ദിവസവും മഞ്ജരീസ് ഏറ്റവും ചുരുങ്ങിയത് 51 പേരും അതിൽ കൂടുതലും അന്നദാനങ്ങൾ ലൈവ് ഇട്ട് കൊടുക്കുന്നതാണ്. ലൈവ് ഇടാതെ ഒരു അന്നദാനം കൊടുക്കില്ല. ലൈവ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആരാണോ അന്നദാനം തന്നത് അവർക്ക് അവരുടെ പേര് വായിച്ച് നമ്മുടെ ഗ്രൂപ്പിലും നമ്മുടെ പേജിലും ഒക്കെ അവരുടെ പേര് പോസ്റ്റ് ചെയ്ത് അവർക്കൊരു റിമൈൻഡർ കോള് മഞ്ജരീസിൽ നിന്ന് പോകുന്നതായിരിക്കും. നിങ്ങളുടെ അന്നദാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് റിമൈൻഡ് ചെയ്തുകൊണ്ടായിരിക്കും അന്നദാനം കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പിറന്നാളുകളാവട്ടെ, നിങ്ങളുടെ വിവാഹ വാർഷികമാവട്ടെ, ഗൃഹപ്രവേശമാവട്ടെ, ആരുടെയെങ്കിലും ഓർമ്മ ദിവസമാവട്ടെ, ഇനി കുട്ടികൾക്ക് എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് കിട്ടിയിട്ട് അങ്ങനെ, ഇനി അതല്ലെങ്കിൽ ഫസ്റ്റ് സാലറി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രാർത്ഥനാ റിക്വസ്റ്റുകളോടുകൂടി, ഇനി അതല്ലെങ്കിൽ വെറുതെ എങ്കിലും ഒക്കെ നമുക്ക് തെരുവിൽ കിടക്കുന്ന പട്ടിണി പാവങ്ങൾക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കാം. അത് നമ്മുടെ തലമുറകളോളമുള്ള എല്ലാ ആയുരാരോഗ്യ സൗഭാഗ്യത്തിനും നല്ലതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു ധർമ്മമാണ് അന്നദാനം, വസ്ത്രദാനം എന്ന് പറയുന്നത്. ഇത് രണ്ടും മഞ്ജരീസിലൂടെ കൊടുക്കുന്നുണ്ട്. അന്നദാനം, വസ്ത്രദാനം, മരുന്ന്, വീൽ ചെയറുകൾ, ഇങ്ങനെ വേണ്ട മനുഷ്യന് അടിസ്ഥാന ആവശ്യമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മഞ്ജരീസിലൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 93 42 49 49 41. ഗുരുവായൂർ മഞ്ജരീസിലൂടെ നിങ്ങൾക്ക് ഗുരുവായൂർ വരുന്ന സമയത്ത് റൂം ബുക്കിങ്ങിനൊക്കെയുള്ള സൗകര്യമുണ്ട്. എന്തെങ്കിലും കാരണവശാൽ ഞാൻ ഫോൺ എടുത്തിട്ടില്ല എന്നാണെങ്കിൽ മഞ്ജരീസിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഇട്ട് വയ്ക്കുക. ഇനിയുള്ള മെസ്സേജുകൾക്കെല്ലാം ഏറ്റവും ചുരുങ്ങിയത് 48 മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങൾക്ക് റിപ്ലൈ വരുന്നതായിരിക്കും. അതിനുള്ള സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, ഹാപ്പി. 48 മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങൾക്ക് ഇന്ന് മുതൽ ഇതിന് മഞ്ജരീസിൻ്റെ മെസ്സേജുകൾക്ക് റിപ്ലൈ വരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഏറ്റവും ചെറിയ ഓഡിയോസ് ഇടാൻ ശ്രമിക്കുക. വലിയ ഓഡിയോസ് നമ്മൾക്ക് ഫോൺ ബാക്കപ്പ് ബുദ്ധിമുട്ടാണ് ഒന്നത്. രണ്ടാമത്തത്, വലിയ ബാക്കപ്സിന് നമുക്ക് എന്ത് കിട്ടില്ല, സമയം കിട്ടില്ല. ഓക്കെ, അന്നദാനം ലൈവ് കാണാത്ത ഏതോ മഹാന്മാർ നമ്മുടെ മഞ്ജരീസ് വിളിക്കുന്നുണ്ട്. ഇനിമേ അവിടെ ഇരിക്കട്ടെ, പിന്നെ വിളിക്കാം, തിരിച്ചു വിളിക്കാം. അപ്പോൾ ഇന്നത്തെ അന്നദാനം കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ആരൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇന്ന് ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ട്. നമുക്ക് 101 അന്നദാനം ഉണ്ട് ഇന്ന്, പക്ഷേ 99 ആൾക്കാരെ ആയിട്ടുള്ളൂ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം 2 അന്നദാനം ആരെങ്കിലും ഒന്ന് സ്പോൺസർ ചെയ്താൽ വലിയ സന്തോഷമായിരിക്കും. 2 അന്നദാനവും ട്രാവലിംഗ് എക്സ്പെൻസും കൂടെ ഒന്ന് സ്പോൺസർ ചെയ്താൽ വലിയ സന്തോഷം, ഭയങ്കര സന്തോഷം. ആരെങ്കിലും സ്പോൺസർ ചെയ്താൽ വലിയ സന്തോഷമായിരിക്കും. അപ്പോൾ ഇന്നത്തെ ട്രാവലിംഗ് അലവൻസിൽ 200 രൂപ ഓൾറെഡി ഒരാൾ തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് ബാലൻസ് സ്പോൺസർ ചെയ്താൽ മതി. പിന്നെ 2 അന്നദാനം സ്പോൺസർ ചെയ്താൽ മതി. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പറയാം. എന്നിട്ട് ഞാൻ അന്നദാനത്തിൻ്റെ ലിസ്റ്റ് വായിക്കാം. ഇപ്പോൾ വന്നവരിൽ ആർക്കെങ്കിലും 2 അന്നദാനവും ട്രാവലിംഗ് അലവൻസും സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്നത്തെ അന്നദാനം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്നത്തെ അന്നദാനം കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് സിദ്ധാർത്ഥ്, കാർത്തിക, ഷിൻല, ഉദ്രട്ടാതി. അവരുടെ പേരിൽ ഒരു അന്നദാനമാണ് കൊടുക്കുന്നത്. വിശ്വനാഥൻ 5 അന്നദാനമാണ് കൊടുക്കുന്നത്. രാധാ പ്രവേശൻ കീ ജയ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, രാധാ പവനപുരേഷൻ കീ ജയ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ ചുമ്മാ ഒരു രസമല്ലേ. ഇങ്ങനെ
കിട്ടിയ ചുമ്മാ ഒരു 2 പേര്, അത് ഞാൻ അങ്ങോട്ട് പറയുന്നു, ചുമ്മാ ജയ് വിളിക്കുന്നു. എന്തായാലും രാധാ ഭവനപുരേഷൻ എന്ന് പറഞ്ഞാൽ ആരാ? രാധ ആരാണ്? ശ്രീമതി രാധാറാണിയുടെ അന്തർശക്തി. ഭവനപുരേഷൻ, ഗുരുഭവനാധിപുരേഷൻ ആരാണ്? ഗുരുവായൂരപ്പൻ. ഇതാരാ ഈ ചോദിച്ചത്? ആ മഹദീനെയാണെന്ന് കാണട്ടെ. ആരാ അത്? ശ്രീകുമാർ മഹാനാണല്ലേ? എന്താണ് ശ്രീകുമാർ പ്രഭു? ഇതൊക്കെ ഒരു ചോദ്യമാണോ? പാടില്ല. അടിസ്ഥാന അറിവുകളാണ് ഇതൊക്കെ. കൊടസാറില്ല, മഞ്ജരീസിൽ ആദ്യമായിട്ടായിരിക്കും, ക്ഷമിച്ചിരിക്കുന്നു. ഗുരുഭവനാധിപുരേഷൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഗുരുവായൂരപ്പൻ. രാധാറാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഭഗവാന്റെ അന്തർശക്തിയാണ് ശ്രീമതി രാധാറാണി. ഹരേ കൃഷ്ണ എന്ന് പറയുന്നില്ലേ, അതിൽ ഹരേ എന്ന നാമം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ശ്രീമതി രാധാറാണിയാണ്. ഹരേ കൃഷ്ണ, രണ്ടാമത്തെ നാമമാണ് കൃഷ്ണനുള്ളത്. ഹരേ എന്ന് പറയുന്നത് സാക്ഷാൽ ശ്രീമതി രാധാറാണിയാണ്. അമ്മ തന്നെയാണ്. സമസ്ത ദേവി ശക്തികളുടെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് ശ്രീമതി രാധാറാണിയാണ്. ശക്തിയായും ശാകംബരിയായും ശതാക്ഷിയായും പാർവതിയായും ദുർഗയായും കാളിയായും എല്ലാം അവതരിച്ചതാരാണ്? ശ്രീമതി രാധാറാണിയാണ്. ഇതെന്താ, അത് ലൈവ് ക്ലാസ് ആണോ? അല്ലല്ലോ. ഒരു ചോദ്യം ചോദിച്ചാൽ എന്നെ കൊണ്ട് നിങ്ങൾ സത്സംഘടിപ്പിക്കുന്നത് അടി. ഇത് സത്സംഗല്ലാട്ടോ, ഇത് അന്നദാനമാണ്. ഞാനും മറന്നുപോയി. ക്ലാസ് എടുക്കുന്ന പോലെ ഇന്നങ്ങോട്ട് പഠിപ്പിക്കന്നെ. ഇത് അന്നദാനമാണ്, സത്സംഗമല്ല. അതൊക്കെ സത്സംഗത്തിൽ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ അന്നദാനം ഇന്ന് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഹരേ കൃഷ്ണ. രാധാ ഭവനപുരേഷൻ കി ജയ്. അപ്പോൾ ഇന്നത്തെ അന്നദാനം സിദ്ധാർത്ഥ് കാർത്തിക ഷിനില ഉത്രട്ടാതി ഒരു അന്നദാനം. വെള്ളമുള്ളല്ലേ മോളെ കൊടുക്കുന്നേ? അമ്മ പാവം ചാടി. അവർ ചോറ് കഴിക്കില്ല, ഇഡ്ഡലിയാ കഴിക്കുക. ഇനി ആരാണ്? വിശ്വനാഥൻ. 5 അന്നദാനം. വിശ്വനാഥൻ അന്നദാനം. ശ്രീലത 2 എണ്ണം എൻ്റെ വക. താങ്ക് യു ശ്രീലത മാതാജി. മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇട്ടോളൂ കേട്ടോ. 9342494941. ശ്രീലത മാതാജിയുടെ പേരിൽ 2 അന്നദാനം പുറത്ത് വെച്ചോളൂ കേട്ടോ ദിവ്യ. ശ്രീലത മാതാജി, താങ്ക് യു സോ മച്ച്. റൈറ്റ് ടൈം തന്നെ വലിയ ഹെൽപ്പാണ്. അപ്പോൾ ഇന്ന് നമ്മൾ 101 അന്നദാനം കൊടുക്കുന്നു. ശ്രീലത മാതാജി 2 എണ്ണം കൊടുത്തവർക്ക് ആരെങ്കിലൊക്കെ വരും, അവരുടെ ഫ്രണ്ട്സൊക്കെ. ശ്രീലത മാതാജി 2 അന്നദാനം സ്പോൺസർ ചെയ്തിരിക്കുന്നു കേട്ടോ. ക്ലാസ്സിൽ വിശദമായി പറഞ്ഞുതരാം. പാവം ശ്രീകുമാർ പ്രഭു. ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ല കേട്ടോ, ഞാൻ ഇങ്ങനെയൊക്കെയാണ്. ഒരു പ്രായാടിയാണ്. ഈ വായോട് ചുമ്മാ ഇരിക്കണം എന്ന് കേൾക്കില്ല. അനുസരണം ഇല്ലാതെ നാക്കാണ്. എന്താ ചെയ്യാ? വിഷമിക്കണ്ട കേട്ടോ, നമ്മൾ ഫ്രണ്ട്സ് അല്ലേ. നോട്ട് സാരമില്ല, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയി. പറഞ്ഞുതരാം. സുനിൽ പ്രഭു ഇല്ല, ഫുഡ് കഴിഞ്ഞു. സാറില്ലേ, നമുക്ക് അടുത്ത പ്രാവശ്യം കൊടുക്കും. ഓക്കെ സുനിൽ പ്രഭു, അടുത്ത പ്രാവശ്യം കൊടുക്കും. ക്ലാസ്സിൽ വിശദമായി പറഞ്ഞുതരാം കേട്ടോ. രാധാറാണി ആരാന്നൊക്കെ. നമ്മളിവിടെ ഇല്ലേ, ധൈര്യമായിട്ടിരിക്കൂ. പിന്നെ ഇന്ന് കൊടുക്കുന്നത് ആത്മീക മൂലം അമ്പിളി രോഹിണി 3 അന്നദാനം. ഇവർക്കൊക്കെ കോള് പോയതാണ്. പിന്നെ സുജിത്ത് തിരുവോണം ഫോൺ എടുത്തിട്ടില്ല, സ്വിച്ച് ഓഫ് ആണെന്ന് തോന്നുന്നുണ്ട്. 1 അന്നദാനം. പത്മനാഭൻ 11 അന്നദാനം, അവർക്കും കോള് പോയതാണ്. ശാലിനി കോൾ എടുത്തിട്ടില്ല, 8 അന്നദാനം ശാലിനിയുടെ. വിനയാഭായ് രാധ വള്ളി, വിനയാഭായിയുടെ പേരിൽ 2 എണ്ണം, രാധയുടെ പേരിൽ 1 എണ്ണം, വള്ളിയുടെ പേരിൽ 2 എണ്ണം, അങ്ങനെ ടോട്ടൽ 5 അന്നദാനം കോൾ എടുത്തതാണ് കേട്ടോ. പിന്നെ സൃജിന മൂലം ഷനീഷ് ദേവതി 7 അന്നദാനം, അവരുടെ വകയാണ്. ഇനി നാളെ ഉണ്ട് അന്നദാനം, അവരുടെ വകയാണ് 200 രൂപ ട്രാൻസ്പോർട്ടേഷൻ. താങ്ക് യു ശ്രീജിന മാതാജി, ഷനീഷ് പ്രഭു. നിങ്ങൾക്ക് വേഗം ഒരു കുഞ്ഞ് പിറക്കട്ടെ. ഞാൻ നന്നായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ട് എത്രയും പെട്ടെന്നൊരു കുഞ്ഞ് പിറക്കട്ടെ. കുഞ്ഞ് പിറന്നുടനെ നമ്മൾ അടുത്ത അന്നദാനം കൊടുക്കും. ഭാവയുടെ 1ാം പിറന്നാളിനും കൊടുക്കും. ഓക്കെ, മാതാജിയും കോൾ എടുത്തിട്ടുണ്ട്. മാതാജിയുടെ വകയാണ് 200 രൂപ. തീർച്ചയായിട്ടും സുനിൽ പ്രഭു അറിയില്ല. മാതാജിയുടെ വകയാണ് 200 രൂപ ട്രാൻസ്പോർട്ടേഷൻ ചാർജ്. പിന്നെ അവർ കോൾ എടുത്തു. സേതു മാധവൻ 5 അന്നദാനം, അവരും കോൾ എടുത്തു. ഗോപിനാഥൻ കോട്ടയ്ക്കൽ
ഫോൺ എടുത്തിട്ടില്ല, സ്വിച്ച് ഓഫ് ആണ്. അവരുടെ പേരിൽ 3 അന്നദാനം. കോട്ടക്കൽ മലപ്പുറം. വിഷ്ണു ഉത്രം 2 അന്നദാനം, അവരും ഫോൺ എടുത്തതാണ്. രാധാമണി 3 അന്നദാനം, അവരും ഫോൺ എടുത്തതാണ്. പിന്നെ ചാന്ദിനി, അനുശ്രീ, ഋഷികേഷ്, മീനാക്ഷി, ദിവ്യ, അലീന 7 അന്നദാനം, അവരും ഫോൺ എടുത്തു. തമ്പി മകൈര്യം 3 അന്നദാനം. വിളിച്ചിട്ടുണ്ടോ ദിവ്യ അവരെ? തമ്പി മകൈര്യത്തിനെ കിട്ടിയിട്ടില്ല. ജാനകി കൃഷ്ണൻ തിരുവോണം 4 അന്നദാനം, അവരെയും വിളിച്ചില്ല അല്ലേ. വിജയ നായർ പൂയം 8 അന്നദാനം. ഓക്കെ, ഇന്ന് ആരും പോകരുത്. 101 അന്നദാനം കഴിഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ. പിന്നെ അമർ ആൻഡ് ഫാമിലി, അമറിനും അമ്മയ്ക്കും അമറിൻ്റെ ചേച്ചിക്കും എല്ലാവർക്കും ആരോഗ്യ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ. അമറിൻ്റെ വക 7 അന്നദാനം. നമ്മുടെ അമർജി 7 അന്നദാനം. സുഭാഷ് കണ്ണങ്കര ചേളന്നൂർ 1 അന്നദാനം. സുഭാഷ് കണ്ണങ്കര ചേളന്നൂർ 1 അന്നദാനം. അവരുടെ നമ്പർ മിസ്സായിപ്പോയി, എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് വിളിച്ചിട്ടില്ല. ഭാഗ്യരാജ് പുണർദം ഗൾഫിൽ നിന്നാണ് 2 അന്നദാനം. അദ്ദേഹം ട്രാൻസ്പോർട്ടേഷനോ മറ്റോ എടുത്തു എന്ന് പറഞ്ഞിട്ടാണ് തന്നത്. അപ്പം അത് ഫുഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2 അന്നദാനം. ഞാൻ ഗുരുവായൂരിലേക്ക് വരുന്നത് നോക്കട്ടെ, പറയാം, ജൂലൈ നോക്കട്ടെ. പിന്നെ അർച്ചന കാർത്തിക 5 അന്നദാനം, അർച്ചനയുടെ പേരിൽ. പ്രണവ് മകൈര്യം 3 അന്നദാനം. നിഷ രാജീവൻ 5 അന്നദാനം. അങ്ങനെ നമുക്ക് 101 ഫുഡ് ഉണ്ടായിരുന്നു. ഇതിൽ കണക്ക് വന്നത് 99 2 എണ്ണം നമ്മുടെ ശ്രീലത മാതാജിയുടെ പേരിൽ. അങ്ങനെ 101 അന്നദാനം ഇന്ന് മഞ്ജരീസ് കൊടുക്കുക. ഹാപ്പിയാണോ? അല്ലേ? ഇതൊന്നും ഇണ്ടാത്ത രാധേശ്യാം ഹരേ കൃഷ്ണ. വേറൊന്നും പറയാനില്ല. ഇതൊന്നും അന്നദാനം കൊടുക്കുമ്പോൾ വിശേഷം പറയാനുള്ള സമയം. അപ്പോൾ ഒന്നും പറയൂല. ക്ലാസ് ഇങ്ങോട്ട് തുടങ്ങിയാൽ കഥ പറച്ചിൽ പഠിക്കും. ഈ സ്കൂൾ കുട്ടികളെ പോലെയാണ്. ക്ലാസ് തുടങ്ങിയാൽ അപ്പോൾ മാതാജി അങ്ങനെ മാതാജി ഇങ്ങനെ മാതാജി എന്ന് പറഞ്ഞ് കഥയായിട്ട് വരും. അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കും, ഹാപ്പി. അല്ലെങ്കിൽ മിണ്ടാണ്ട് ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. വീട്ടിലെ പ്രശ്നങ്ങൾ, ടെൻഷൻസ്, ബഹളങ്ങൾ, അടി പിടി, വഴക്ക്, ലോൺ അടയ്ക്കൽ, ആവശ്യങ്ങൾ, അത് ഇത്, പിള്ളേരുടെ ടെൻഷൻസ്, ഇതെല്ലാം വീട്ടിലിരിക്കട്ടെ. നമ്മൾ ആശാമാതാജി മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇട്ടോളൂ. നമ്മൾ അന്നദാനത്തിൻ്റെ സമയം നമ്മുടെ സമയമാണ്, നമ്മുടെ ലോകമാണ്. മഞ്ജരീസ് ലൈവിൽ വരുന്ന സമയം നമ്മുടെ ലോകമാണ്. ആ സമയത്ത് നമുക്ക് ബാക്കി സോറോസ്, ടെൻഷൻസ്, വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ആകുലതകൾ, ചിന്തകൾ എല്ലാം മാറ്റി വയ്ക്കാം. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അതൊക്കെ എനിക്കുണ്ടെന്നേ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്ക് പിന്നെ എന്തെങ്കിലും ചെയ്യാം. ഇത്തിരി സൂക്ഷിച്ചു കൊടുക്കണം കേട്ടോ, ഇത്തിരി അടുത്ത് പോകരുത്. അതൊക്കെ നമുക്ക് പിന്നെന്തെങ്കിലും കൂടെ ചൊല്ലിപ്പിന്നുമേ, അതൊക്കെ നമുക്ക് പിന്നെന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ. അതുകൊണ്ട് ഫുഡ് കൊടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ എന്ത് ചെയ്യാം? 2 എണ്ണം കൊടുക്കും മോളെ, 2 എണ്ണം കൊടുക്കും. ഫുഡ് കൊടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ എന്ത് ചെയ്യണം? മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇടണം. ഓക്കെ, അവിടെ 2 എണ്ണം വെച്ചു. അങ്ങനെ നമ്മളിങ്ങനെ അന്നദാനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 101 അന്നദാനമാണ് കൊടുക്കുന്നത് നമ്മൾ. ഓക്കെ, ശ്രീലത മാതാജിയുടെ റൈറ്റ് ടൈം സഡൻ ഇടപെടലുകൾ നമുക്ക് 101 ക്ലിയറാക്കി. അപ്പം ശ്രീലത അനിൽ അറിയില്ല, എനിക്കിപ്പോൾ ആരാ മെസ്സേജ് ഇട്ടത്? ശ്രീലത മാതാജി 2 അന്നദാനം ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞത് ശ്രീലതയായിട്ടത്. ആ ശ്രീലത, അതാരാ ലൈവിൽ ഇപ്പം കമൻറ്റിൽ മെസ്സേജ് ഇട്ടു, മാതാജി എൻ്റെ പേരിൽ ഈ 2 എണ്ണം കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട്. ആ ശ്രീലത. അന്നദാനം വളരെ നല്ല കാര്യമാണ്. കാരണം വിശക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം എത്തിക്കുക എന്ന് പറയുന്നതിനേക്കാളും വലിയൊരു കാര്യമില്ല. പിന്നെ നിങ്ങളെല്ലാവരും കണ്ടു, നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ അരി അരച്ച് നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കുന്ന ഇഡ്ഡലിയാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ഞാൻ ലൈവ് ഇട്ട് കാണിച്ചു. നമ്മൾ എത്രത്തോളം സഫർ ചെയ്യുന്നുണ്ട് അതിൻ്റെ പിന്നിലെന്ന് അല്ല. ഏകദേശം ഞാനിന്ന് ഷൂട്ട് കഴിഞ്ഞ് വന്ന ഒരു 3 മണിയായപ്പം സ്റ്റാർട്ട് ചെയ്താണ് ജോലി. ദിവ്യ മാതാജി ഞാനും ബിന്ദുമ്മയും കൂടെ നിന്ന് അത്രയും കുക്ക് ചെയ്ത് സൂപ്പർ ലാലി മാതാജി നമ്മൾ
കൊടുക്കുന്നത്. ദിവ്യ ഇവിടെ 4 കൊടുക്കും കേട്ടോ. അവിടെ 2 പേരും കൂടി വരും. അവിടെ 2 അമ്മമാരുണ്ട്. ഒരമ്മ കിടക്കുന്നുണ്ട്. അവരുടെ കുഞ്ഞിക്കൊട്ടാരം. മോളെ 4 കൊടുക്കും കേട്ടാ. 4 കൊടുക്കും. അവിടെ ആൾക്കാർ വരും. സാപ്പിടുങ്ക പാട്ടി, സാപ്പിടുങ്ക. അവരുടെ സന്തോഷം എത്രത്തോളം ഉണ്ടാവും ഭക്ഷണം കൊടുക്കുമ്പോൾ. ആ ഒരു അനുഗ്രഹം ആർക്കാ കിട്ടുന്നത്? നിങ്ങൾ ഓരോരുത്തർക്കുമാണ് കിട്ടുന്നത്. ഭഗവാൻ ഒരിക്കലും നിങ്ങളെ കൈവിടില്ല. മനസ്സിലായോ? ഒരിക്കലും കൈവിടില്ല. ധൈര്യമായിട്ടിരുന്നോളൂ. എല്ലാ അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാവും. ആരോഗ്യ സൗഭാഗ്യങ്ങളും ഉണ്ടാവും. നമ്മുടെ മക്കളൊന്നും എവിടെയും തളർന്നു പോവില്ല. നമ്മുടെ തലമുറകളൊന്നും എവിടെയും തളർന്നു പോവില്ല. മാരകമായിരിക്കുന്ന രോഗങ്ങളൊന്നും നമ്മളെ പിടിപെടില്ല. എല്ലാ രോഗദാരിദ്ര്യ ദുരിതങ്ങളിൽ നിന്നും ഭഗവാൻ നമ്മളെ രക്ഷിക്കും. നമ്മൾ ചെയ്യുന്നത് അന്നദാനമാണ്. സാക്ഷാൽ അന്നപൂർണേശ്വരിയാണ് വിശക്കുന്നവരുടെ മുമ്പിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നത്. അവരെന്ത് കർമ്മഫലത്താൽ തെരുവിലായോ അത് നമുക്കറിയണം. പക്ഷെ ആ ജീവാത്മാവിനോട് മഞ്ജരീസിലുള്ളവർ കാരുണ്യം കാണിക്കുകയാണ്. സുമ മാതാജി എന്നോട് പിണങ്ങല്ലേ. ഞാൻ രാവിലെ 5 മണിക്കാണ് എനിക്ക് ഷൂട്ടിന് പോയതാണ്. വൈകുന്നേരം 4 മണിക്കാണ് ഞാൻ വന്നത്. വന്നിട്ടാണ് ഇത്രയും ഭക്ഷണം ഉണ്ടാക്കിയത്. ഞാൻ തളർന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ ചെന്നിട്ടൊന്ന് കുളിച്ചിട്ടൊന്ന് കിടക്കണം സ്വസ്ഥമായിട്ട്. അല്ലെങ്കിൽ ഞാനെന്ന വ്യക്തി ഇല്ലാതായിപ്പോവും. താങ്ക് യു സുഷി കപൂർ. താങ്ക് യു സോ മച്ച്. ഞാനല്ല ചെയ്യുന്നത്, ഈ ലൈവിലിരിക്കുന്നവരാണ് ചെയ്യുന്നത്. ഞാനിത് കൊണ്ടുപോകണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാനല്ല ഇതിൻ്റെ പിന്നെ. ഇവരാണ് ചെയ്യുന്നത്. ഇവരാണ് എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഇവരാണ് എന്താ പറയുന്നത്, എൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെ ഫുഡ് കൊടുക്കൂ മാതാജി, ഫുഡ് കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് ഇവരാണ് എന്നെ കൊണ്ട് ഫുഡ് കൊടുപ്പിക്കുന്നത്. പിന്നെ നമ്മ കൂടെ ഇറങ്ങിച്ചല്ലോ. ഇവരാണ് ഫുഡ് കൊടുപ്പിക്കുന്നത്. വേണോ? വേണ്ട. അപ്പോൾ ഞാനല്ല ഇതിൻ്റെ പിന്നെ. എത്ര പേര് അന്നദാനം ലൈവൊക്കെ ഷെയർ ചെയ്യുന്നു? ആരും ഷെയർ ചെയ്യുന്നില്ല. എനിക്കറിയാം. മടിയന്മാരെ ഇങ്ങനെ ലൈവ് കണ്ടിങ്ങനെ ഇരിക്കും. ഞാൻ ഈ കഥ പറയുന്നത് കേട്ടോണ്ട്. അയ്യോ, ആ പാപ്പൻ്റെ കയ്യിലെന്തോ പറ്റി. അയ്യോടാ പാവം. എഴുന്നേപ്പിക്കണ്ട കേട്ടോ. ദിവ്യാടെ വെച്ചാൽ മതി. 2 വെച്ചോ. അയ്യോ പാവം. എഴുന്നേപ്പിച്ചു. പാവടേ, പാവം പാവം പാവം. ഒരു മിനിറ്റ് കേട്ടിട്ട് വരെ. താത്ത എന്നാ ചുങ്ക കയ്യില്? என்னது சைக்கிள் விழுந்துருச்சா? மாத்திரை எல்லாம் வாங்கிட்டீங்களா? மாத்திரை இருக்கா கையில்? சாப்பிட்டுருச்சா? மாத்திரை சாப்பிட்டீங்களா? ஒரு பாட்டில் வெள்ளம் கொடுக்கடா. ஒரு பாட்டில் தண்ணி கூட கொடுக்கவா? அதுலண்டோ? ஓகே. தண்ணி இருக்கு தாத்தா, அதுக்குள்ளே இருக்கு. சரியா? ஆமாம். நாராயணா. അതിൻ്റെ കയ്യിൽ മാത്ര എന്ന് പറഞ്ഞാൽ ടാബ്ലറ്റ്. മാത്ര എന്ന് പറഞ്ഞാൽ ഗുളിക, ടാബ്ലറ്റ്. കയ്യിൽ സൈക്കിള് വീണത്ര. പോട്ടെ, അവരോട് ഗുളിക കഴിച്ചോന്നൊന്നും ചോദിക്കാൻ ആരും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ചോദിച്ചത്. ഗുളിക വാങ്ങിയില്ലെങ്കിൽ നമ്മൾ പെയിൻ കില്ലർ വാങ്ങിച്ചു കൊടുക്കും. അത്ര തന്നെ. കാരണം ഒരാൾക്ക് വയ്യാതെ ആകുമ്പോഴേ എങ്ങനെയുണ്ട്, ഇപ്പം വയ്യായിക മാറിയോ, വേദനയുണ്ടോ, ഗുളിക കഴിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കൊരാശ്വാസമല്ലേ. നമുക്ക് വയ്യാതെ ആകുമ്പോൾ നമ്മളോട് അങ്ങനെ ഒരാൾ ചോദിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അതേപോലെയല്ലേ അവർക്ക് സ്വന്തം ബന്ധങ്ങളൊന്നും ആരുമില്ല. ആ വയ്യായികയെന്ന് വെച്ചാൽ ആ പാവം അങ്ങനെ കിടക്കും. അതും ഒരു മനുഷ്യനല്ലേ. നമ്മളത് ചോദിക്കുമ്പോൾ അവർക്കൊരു സന്തോഷം. അവർക്കുള്ളിൽ ഒരാൾ ചോദിച്ചു,
ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ചോദിച്ചത്. അത് ചോദിക്കുമ്പോൾ ഒരു സമാധാനമല്ലേ. ആ വേഗം മാറിയാൽ മതിയായിരുന്നു അല്ലേ. എത്ര വേദന ഉണ്ടാവും. രാത്രിയൊക്കെ ഒന്ന് വേദനിച്ചാൽ പോലും ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാൻ ആരുമില്ല. നമ്മളൊക്കെ ആണെങ്കിൽ ആ കൈയും വെച്ച് നമ്മളെ വീട്ടിൽ കിടക്കും. ആ കൈൻ്റെ ഉള്ളിൽ നിന്നുള്ള വേദനയും സഹിച്ച് രാവിലെ ഉറങ്ങി എണീറ്റാൽ ഒരു ഗ്ലാസ് ചായ വേണമെന്നൊക്കെ തോന്നില്ലേ ആ വേദന ഒക്കെ കുടിക്കുമ്പോൾ. ജയകുമാർ പ്രഭു മഞ്ജരീസിന്റെ നമ്പറിലേക്ക് മെസ്സേജ് ഇടൂ. ലൈവിൽ കയറി എന്നെ സഹായിക്കൂ എന്ന് ചോദിക്കുമ്പോൾ അങ്ങ് ആരാണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അങ്ങ് വാട്സപ്പിലേക്ക് മെസ്സേജ് ഇടൂ, എന്താണ് അങ്ങേക്ക് വേണ്ടത് എന്നുള്ളത്. എന്നിട്ട് ഞാൻ അങ്ങയുടെ നമ്പർ എടുത്ത് അങ്ങയെ വിളിച്ച് സംസാരിച്ചിട്ട് വേണ്ടത് ചെയ്തുതരാം. അല്ലാതെ ലൈവിൽ കയറി എന്നെ സഹായിക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്തെന്നോർത്ത് സഹായിക്കാനാണ്. വാട്സപ്പിലേക്ക് മെസ്സേജ് ഇടൂ മഞ്ജരീസിൻ്റെ. മഞ്ജരീസ് ത്രൂ അല്ലാതെ നമ്മുടെ പേജിൽ ആരും ഒന്നും ചെയ്യില്ല. സിംഗിൾ ഹെൽപ്പ് ആരും ചെയ്യില്ല. ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രസ്റ്റ് വഴിയേ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇടൂ. തീർച്ചയായിട്ടും ഞാൻ പോയിട്ട് വെള്ളം എടുത്തിട്ട് വരാം. വെള്ളം തീർന്നു. നമുക്ക് മതിൽ ചാടാം. ഇതില്ലേ அண்ணா மூடிட்டீங்களா? தண்ணி வேணும் அண்ணா. ஆமா ഒരു മിനിറ്റ് ഞാൻ അത് വഴിയാണ്. സോറി ഇങ്ങ ഫുള്ള് ഫുഡ്. ஆமா கேக்குறேன். அண்ணா தண்ணி வேணும் அண்ணா. ஒரு 5 கேஸ் தண்ணி கொடுங்க. ஆமா அண்ணா. எவ்வளோ அண்ணா? எவ்வளோ அண்ணா? அண்ணா இதுவா அண்ணா? நான் எவ்வளோ சொன்னீங்க உங்ககிட்ட? அல்ல எவ்வளோ சொன்னீங்க? எத்தனை கேஸ் சொன்னீங்க? 5 ஒரு 7 போடுங்க. 800. വെള്ളം വാങ്ങട്ടെ കേട്ടോ. വെള്ളം തീർന്നു പോട്ടാച്ചെണ്ണതോ. അടയൊക്കെ അടച്ചു വിടാം. എന്നോ കൊഞ്ചം തള്ളിങ്ക തമ്പി. ഞാനേ ഓട്ടോന്റെ ഈ സൈഡിൽ കൂടി ഇറങ്ങിയതിനാണ് ഇവരെന്നെ കളിയാക്കിയത്. അത് ആ സൈഡിൽ ഫുഡാണ്, അതിലൂടെ ഇറങ്ങാൻ പറ്റൂല. പിന്നെ ഞാൻ ഈ വഴിക്ക് ചാടി ഇറങ്ങാന്നുള്ളത് വേറെ നിവർത്തിയില്ലല്ലോ. അതിനൊക്കെ ഇപ്പം എന്ത് പറയാനല്ലേ. അതെ ദിവ്യേ, അണ്ണ പിന്നാടി വേങ്കണ്ണ ആ ഫുഡ് എടുത്ത് പുറത്തേക്ക് വെക്കടാ. നാളത്തേക്കും കൂടി ചേർത്ത് വാങ്ങിച്ചു. നാളെ സൺഡേ ആണ്, കിട്ടൂല നമുക്ക് വെള്ളം. ഇപ്പടി അന്ത പക്കം പോങ്ങ അണ്ണാ. നിങ്ങൾ ഒരു 3 കേസ് ദിവ്യ 3 കേസ് വെള്ളം താഴെ വെപ്പിച്ചോ. அண்ணே 3 கேஸ் கீழே வச்சுக்கோங்க. 5 கேஸ் பின்னாடி வச்சுக்கோங்க. ஃபுட்டு அது கொஞ்சம் கீழே இறக்கி வச்சுக்கோங்க. அவ்வளோதான். அப்புறம் ஒரு 5 கேஸ் பின்னாடி, ஒரு 3 கேஸ் கீழே. எவ்வளோ சொன்னீங்க? 7 தானே சொன்னீங்க. அப்போ வந்து ஒரு 3 கேஸ் பின்னாடி, இல்லை 4 கேஸ் பின்னாடி, 3 கேஸ் கீழே, 4 கேஸ் பின்னாடி வச்சுக்கோ, 3 கீழே வச்சுக்கோங்க. யோ நாராயணா. വാട്സാപ്പ് നമ്പർ ഇതോ. ഉണ്ണികൃഷ്ണൻ പ്രഭു ഇട്ടിരിക്കുന്നു. ജയകുമാർ പ്രഭു താഴെ നോക്കൂ. 93 42 49 49 41. അമ്മേ നാരായണ. അണ്ണൻ്റെ വണ്ടി നമുക്ക് ഓടിച്ചോണ്ട് പോകും. നന്നായി. മറ്റേ പറപ്പ് നൽകിയാലും ഓടിച്ച പോലെ എല്ലാം കൂടി ഇടിച്ചങ്ങോട്ട് പറപ്പിച്ചങ്ങോട്ട് പോകും മാർക്കറ്റിൽ. ദേ ഈ മുമ്പിലിരിക്കുന്ന വണ്ടിയെല്ലാം കൂടി ഞാൻ തട്ടി തെറിപ്പിച്ച്. ஆமாம் கீழே போடுங்க. அது நாளைக்கு வேணும்லண்ணா. நாளைக்கு இவங்க க்ளோஸ் பண்ணிடுவாங்க. அதான் பிரச்சனை. சண்டே இருக்காது. ബൈപ്പാസ് സർജറി നടത്തി തരുമോ? ജെന്യൂൻ കേസാണെങ്കിൽ ഞാൻ നടത്തി തരും. അങ്ങ് വാട്സപ്പിലേക്ക് മെസ്സേജ് ഇടും. നോക്കട്ടെ എന്താ പ്രശ്നം നോക്കാം. അങ്ങയുടെ ഹോസ്പിറ്റൽ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഇടും. അങ്ങയുടെ സാമ്പത്തിക ചുറ്റുപാട്, വീട്ടിലാരൊക്കെയുണ്ട്, എന്താണ് ഏതാണ് എല്ലാം ഇടും. ഒരു ഡയാലിസിസ് കേസ് ഉണ്ട്. ആരാ മരിക്കാറായെന്നൊന്നും പറയരുത്. അതൊക്കെ തെറ്റണം. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അതൊന്നും പറയരുത്. വാട്സപ്പിലേക്ക് മെസ്സേജ് ഇടും കേട്ടോ. ഞാൻ നോക്കട്ടെ.
ദിവ്യ അത് കണ്ടോ, വെള്ളം കൊണ്ടുപോണത് കണ്ടോ. ഇതിൻ്റെ മേത് കുറച്ച് അങ്ങോട്ട് നീക്കിയോ, ആ താഴെ ഇറക്കി വെച്ചു. ആ ഫുഡ് പിടിച്ചോ. ഇതുവഴിയൊക്കെ കയറി ഇറങ്ങുന്നതിനാണ് ഇവരൊക്കെ നോക്കണം. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുമ്പോൾ വണ്ടി നിറച്ചും വെള്ളവും ഫുഡാകുമ്പോൾ നമുക്ക് കയറാൻ സ്ഥലം വേണ്ടത്. ആരാ ഏത് ദിവ്യ ചേച്ചിയുടെ റിലേഷൻ ആരാണെന്നാ ചോദിക്കണേ? അത് പൊക്കണ്ട ബിന്ദുമ്മേ, ഫുഡ് ചീത്തയാവും. ദിവ്യ ഫുഡ് വെറുതെ പൊക്കിയെടുക്കുന്നു, അവിടെ വെക്കൂ. അത് പൊക്കണ്ട, എന്തിനത് പൊക്കണേ? താഴെ വെക്കുക, അതങ്ങോട്ട് നീക്കി വെച്ചേ. അയ്യോ നാരായണ. അപ്പോൾ ഇനി അടുത്തത് ആരാ നോക്കട്ടെ. ഇനി ആരാ ഫുഡ് വാങ്ങിക്കാനുള്ളത് നോക്കട്ടെ. ഇനി നമ്മൾ വേഗം ഫുഡ് കൊടുക്കുന്നു. അത്യാവശ്യമായിട്ട് പെട്ടെന്ന് ഫുഡ് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇന്നലെ ഒരു സ്വാമി പോലത്തെ ഒരു അണ്ണനുണ്ടായിരുന്നു, ആ താത്തയെ കാണുന്നില്ല. നെറ്റ് ഇഷ്യൂ ആയി. ഇവിടെ എത്തുമ്പോൾ അങ്ങനെയാണ്, പക്ഷെ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. അതെ ഈ ഏരിയയിൽ റേഞ്ചില്ല. അതൊക്കെ ഫുഡ് കഴിക്കും. ഇതോ ഇവിടെ ഒരു അപ്പ ഉണ്ടല്ലോ, ആ അപ്പയ്ക്ക് കൊടുക്കും. നിങ്ങൾ ഇറങ്ങുന്ന എന്തിനാ? പറയുമ്പോ മാത്രം ഇറങ്ങിയാ മതി, ചാടി ഇറങ്ങല്ലേ. ആ വാച്ച ഇരിക്കുന്നു, കൈ കിട്ടുന്നുണ്ടോ ഫുഡിന് വേണ്ടിയിട്ട്? ആ ഇതോ അങ്ങേ ഇരിക്കും. ആ 4 പേരെങ്ങാണ്ടുണ്ട്, 2 പേര് വെച്ച് കൊടുക്കും, 2 എണ്ണം വെച്ച് കൊടുത്തോളും. ആ പോതും എല്ലാവരെയും ഒക്കത്തിൽ എണീപ്പിച്ച് ഫുഡ് കൊടുക്കും. വെള്ളമൊക്കെ കൊടുക്കും. വെള്ളം കൊണ്ടുപോകണം. അവരൊക്കെ എഴുന്നേറ്റുണ്ടോ? നമ്മൾ ഭക്ഷണം കൊണ്ടുവന്നുടനെ പാട്ടി, അവരൊക്കെ ഉറക്കത്തിൽ എണീറ്റിരിക്കുക. നമ്മളെ ഫുഡ് കൊണ്ടുവന്നുടനെ பாட்டி பாட்டி இட்லி நல்லா இருக்கா? ஆமா நாங்க தான் கொடுத்தேன். நல்லா இருக்கா? நாங்க வீட்டுல செய்யறது. சரி பாட்டி சாப்பிடுங்க. അവര് പറയാ ഇഡ്ലി നന്നായിട്ടുണ്ടെന്ന്. ആ സൂപ്പറായിരുന്നതാ? ഓക്കെ താങ്ക് യു താത്ത. என்னக்கா வர கேக்கல வண்டி போகுது. அப்பா கடவுளே சொல்லுங்க. அத நல்லா இருந்ததா? சூப்பரா இருந்தல்ல? நாங்க வீட்லயே அரைச்சு செய்யறது. தேங்க்யூ தாத்தா. அரிசி உளுந்து வெந்தயம் எல்லாம் போட்டு 4 மணிக்கு அரைச்சு வச்சு ஒரு உப்பு போட்டு கரைச்சி ஊத்தி வச்சு சாயந்தரம் ஊத்துறது. தேங்க்ஸ் அப்பா. தேங்க்ஸ். வரேன் பாட்டி. தேங்க்யூ. நாளைக்கும் எடுத்துட்டு வரேன். பை. ഇഡ്ലി നല്ല സൂപ്പർ ആയിട്ടുണ്ടെന്നാ പറയുന്നത് അവര്. കണ്ടോ, ഇന്നലെ നമ്മൾ അവർക്ക് 3 കവർ വെച്ച് കൊടുത്തു, ഇന്ന് നമ്മൾ 2 കവർ വെച്ച് കൊടുത്തു. ഞങ്ങൾ അതാണ് കഴിച്ചത്. ആമാ അതാണ് കഴിച്ചത്.
നല്ല ഇഡ്ഡലിയാണ്, നല്ല സൂപ്പറായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ സാപ്പിടുங்க. അവർ പറയാണ് ഞങ്ങളിതേ കഴിക്കാൻ പോവുകയാണെന്ന്. നമ്മളത് അത്രയും ടേസ്റ്റ്ലി കൊടുക്കുമ്പോൾ അവരുടെ അടുത്ത് നിന്ന് ആ റിവ്യൂ കിട്ടുമ്പോൾ എത്ര സന്തോഷം ഉണ്ടാവുമെന്നറിയോ. തീർച്ചയായിട്ടും പ്രണവിന് വേണ്ടി പ്രാർത്ഥിക്കും. പ്രണവിന് നല്ല എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. നമ്മൾ കൊടുത്തവർക്കേ കൊടുക്കുമ്പോൾ അവരെത്ര സന്തോഷത്തോടെ വാങ്ങുന്നു എന്നറിയോ. മഞ്ചരീസ് ഉള്ള സമയം വരെ തെരുവിൽ ആരും വിശന്ന് കിടക്കരുത്. വെള്ളവും ഭക്ഷണവും എല്ലാം നമ്മൾ എത്തിക്കുന്നുണ്ട്. കണ്ടോ? അവിടെ ഒരാളുണ്ടല്ലോ ദിവ്യ. ലിംഗം എക്സ്ട്രാ ആക്റ്റീവാണ്. കണ്ടോ എത്ര നല്ല ഫുഡ് അറിയാം നമ്മൾ കുടിക്കാം. വാപ്പ ഇഡ്ലി രണ്ടല്ലേ? രണ്ട് കൊടുക്ക്. എത്ര നല്ല ഭക്ഷണമെന്നറിയോ നമ്മൾ കൊടുക്കുന്നത്. അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് നമ്മൾ കൊടുക്കുമ്പോൾ. അത്രയും നല്ല വൃത്തിയിൽ നമ്മൾ ചൂടോടുകൂടി വൈകിട്ട് 4 മണിയാകുമ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കി ദിവ്യ വണ്ടി നോക്കി കിടക്കുന്നില്ല. അപ്പാ അണ്ണാ ഇഡ്ലി നമുക്ക് എന്ത് സന്തോഷമാണെന്ന് പറയാം ഇങ്ങനെ ഭക്ഷണം കൊടുക്കുമ്പോൾ. അത് അതിൻ്റെ റിവ്യൂ പറയുന്നതാണ് നമുക്ക് ഏറ്റവും സന്തോഷമല്ലേ. നല്ല ടേസ്റ്റായിട്ട് നല്ല ഫുഡാണ്, നിങ്ങളുടെ ഫുഡാണ് ഞങ്ങൾ കഴിച്ചത്, നല്ല രുചിയുണ്ട് എന്ന് പറയുമ്പോൾ അവർ പറയണം 100 കോടി പുണ്യം കിട്ടും നിങ്ങൾക്ക് എന്ന്. ആ വേർഡ് മതി നിങ്ങളെല്ലാവരും രക്ഷപ്പെടാൻ. അത് മാത്രം മതി. രാത്രി വിശപ്പില്ലാതെ ഒരു 100 പേര് 101 പേര് മഞ്ചരീസ് കാരണം കിടന്നുറങ്ങുമ്പോൾ ഇതിൽ കൂടുതലൊരു ആനന്ദം എന്താ വേണ്ടത്? ഒന്നും വേണ്ട, നമുക്കത് മതി അല്ലേ. നമ്മുടെ വയറും മനസ്സും എല്ലാം അങ്ങ് നിറയും. അത് മതി, അത് മാത്രം മതി. നമ്മൾ വേറെ ഒരു പുണ്യവും ചെയ്യണ്ട. അതെ രജനി മാതാജി, നമ്മൾ അത്രയും നമ്മൾ അങ്ങോട്ടേക്ക് എന്താ പറയുക, നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാളും കെയർ ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. സാമ്പാറൊക്കെ നല്ല സാമ്പാർ, എന്താ പറയുക, പരിപ്പിൻ്റെ റേറ്റ് അറിയാം നിങ്ങൾക്ക്. 175-185 രൂപയാണ് പരിപ്പിന്. എന്നാലും കുഴപ്പമില്ല, പരിപ്പിനൊന്നും നമ്മൾ ഒരു കുറവും വയ്ക്കില്ല. ഇവിടെ തേങ്ങ അരച്ച സാമ്പാറല്ലല്ലോ, പക്ഷെ എന്നാലും നമ്മൾ പരിപ്പിട്ടിട്ടാണ് ആ സാമ്പാർ കട്ടിയാക്കി എടുക്കുന്നത്. 185 രൂപയാണ് പരിപ്പിന്. എന്നാലും നമ്മൾ നല്ല ബെസ്റ്റ് ക്വാളിറ്റി എല്ലാം വാങ്ങിച്ച് നമ്മൾ എന്താ പറയുക ഗംഭീരമായിട്ട് നമ്മൾ കൊടുക്കും. 2 പാർസൽ അങ്ങോട്ടും പോന്നോട്ടേന്ന് തീർച്ചയായിട്ടും തരാം, ഒന്നും കുഴപ്പമില്ല. അപ്പോൾ എത്ര സന്തോഷത്തോടെയാണെന്നറിയാം അവരത് വാങ്ങുന്നതും കഴിക്കുന്നതും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. അതെ, എയറിൽ വിടാം ജയന്തി അമ്മയ്ക്ക്. നമ്മൾ പുറത്തൊരു സ്ഥലത്ത് ഏൽപ്പിച്ചാൽ അത്രയ്ക്ക് അത് അങ്ങോട്ട് ആവൂല അല്ലേ. പുറമേ ഉള്ളവർക്ക് നമ്മൾ ആ അമ്മയ്ക്ക് ഇന്നലെ 3 എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. 3 കവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതാ പറഞ്ഞത് 3 എണ്ണം വെച്ച് തന്നില്ലേന്ന്. കാരണം ആൾക്കാർ കൊടുക്കുമ്പോഴേ ഒന്നെങ്കിലും അവർ കഴിച്ച ഭക്ഷണത്തിൻ്റെ ബാക്കി, അല്ലെങ്കിൽ ഒരു പേരിന്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ അവർക്ക് രാവിലെയും കൂടി കണക്കാക്കി പെർഫെക്റ്റ് ആക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കും. ദിവ്യക്ക് വിശപ്പൊന്നുമില്ല, മിണ്ടെണ്ണ വരുന്ന വഴിക്ക് ഒരു കരിമ്പ് ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തോണ്ടാണ് കൊണ്ടുവന്നത്. ഇറങ്ങിയപ്പം തന്നെ പറയും എനിക്ക് കരിമ്പ് ജ്യൂസ് വേണമെന്ന്. അങ്ങനെ ഞാനത് വാങ്ങിച്ചു കൊടുക്കും. കാരണം 20 രൂപയുള്ളൂ പോട്ട്. 20 രൂപയുടെ ജ്യൂസൊക്കെ നമുക്ക് മേടിച്ചു കൊടുക്കാമല്ലോ. ഇല്ല ഷെയ്ക്കൊന്നും വാങ്ങിച്ചില്ല. മുട്ട ഉണ്ടാവും ഷെയ്ക്കിൻ്റെ അത്. അത് ശരി. അപ്പം അവർക്ക് നമ്മുടെ സ്ഥിരം ഡിവോട്ടി ഈ 2 എണ്ണം കൊടുത്ത് വെള്ളം. അവരൊന്നും പട്ടിണിയല്ല നമ്മളുള്ള കാലം വരെ.
അപ്പ ഇഡ്ഡലി നല്ല ഇരിക്കാ? ദിവ്യ നന്നായിട്ടുണ്ടോന്ന് ചോദിച്ചു നോക്ക്. ചെവി കേക്കില്ല, ചെവി കേക്കില്ല മോളെ. അതവര് നന്ദി അറിയിച്ചതാ കൈ കൂപ്പിക്കൊണ്ട്. ഹരേ കൃഷ്ണ. ഇത്രയൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഭക്ഷണം ബെസ്റ്റായിട്ട് പുറത്ത് കൊടുക്കുക, അവർക്ക് കൊടുക്കുക. നമ്മുടെ വീട്ടിൽ നമ്മൾ എന്ത് കഴിക്കുന്നോ അതേ രുചി അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്നത് നല്ല ജീരകം, ഉലുവ, പുളി, വെജിറ്റബിൾസ്, മഞ്ചരീസ്, സാമ്പാർ പൊടി, പിന്നെ എന്താ പറയുക, ഉണക്കമുളക്, കറിവേപ്പില, കടുക്, പരിപ്പ്, ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ നല്ല വെളിച്ചെണ്ണയിൽ താളിച്ചെടുത്ത് വെളിച്ചെണ്ണയിൽ വെജിറ്റബിൾസ് വഴറ്റിയെടുത്തിട്ടാണ് നമ്മൾ സാമ്പാർ ചെയ്യുന്നത്. എങ്ങനെയുണ്ട്? ദിവ്യ തമിഴ് പഠിച്ചോന്ന്? കൊഞ്ചം 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 കൊഞ്ചം. എന്റെ ദൈവം, എനിക്ക് വയ്ക്കും. ആ, ഫുഡ് കൊടുക്കുന്നവരോടൊക്കെ நல்லா இருக்காப்பா, நல்லா இருக்கீங்களா? ഹരേ കൃഷ്ണ. നാണിക്കൊന്നുമില്ല, അവർക്ക് കേട്ടാലറിയാം മലയാളീസ് ആണ് എന്നുള്ളത്. പിന്നമ്മ ഈ ഫോണെന്നൊക്കെ ചെയ്യുന്ന മുടി കെട്ടട്ടെ, ക്ലിപ്പിടാൻ മറന്നു. നേരെ ഫ്രണ്ടിലേക്ക് കേട്ടോ, ബാക്കോട്ട് വെക്കണം. ക്ലിപ്പൊന്നും എടുത്തില്ല, മുടിയിലിടാൻ ഓടി ഇറങ്ങിയതാ. സത്യം പ്രഭു, അവരാ കൈ കൂപ്പുന്നത് തന്നെ വലിയ അനുഗ്രഹമാണ്. ആ ഭക്ഷണം കൊടുക്കുമ്പോൾ അവരാ നന്ദി പറയുന്നുണ്ടല്ലോ, അതിലുണ്ട് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി. അവരാ കൈ കൂപ്പി വാങ്ങുന്നത്, അവർക്കത് കഴിക്കുമ്പോൾ അറിയാം അത് ഹോട്ടൽ ഫുഡല്ല, വീട്ടിലെ. പക്ഷെ ഇപ്പം അമ്മ പറഞ്ഞല്ലേ, അമ്മ പറഞ്ഞു അവരെ ഹസ്ബൻഡിനോട് ഇത് ഹോട്ടൽ ഫുഡല്ല, ഇത് അവർ വീട്ടിലുണ്ടാക്കുന്ന ഫുഡാന്ന് കണ്ടാലറിയാമെന്നാണ്. ഇന്ന് സ്ട്രെയിറ്റ് കേട്ടാ. ഒരു കാര്യം ചെയ്തിവ്യ, മറ്റേ ബാഗില്ലേ അതിലേക്ക് വെള്ളം പെറുക്കിട്ടോ. ഒരെണ്ണം കൂടി ഉണ്ടായില്ലേ? അതിലേക്ക് തന്നെ അത് പറ്റുമോ? ആ ബാഗാ. ആ കിടച്ച് വെച്ച് ഇറങ്ങും. പിന്നമ്മേ ഇതിൽ ഇത്രയേ ഉള്ളൂ ഫുഡ്. ആ ഉണ്ടാ. അപ്പം രണ്ടും കൂടെ ഒന്നാക്കിക്കോടാ. പറ്റും. എന്താ വെള്ളമുള്ളതാണോ അത്? ഇതും വെള്ളം ചേർത്താണ്. ഏടാ ആ ഒരു കവർ ലിറ്റർ അത് ഞാൻ പിടിക്കാം. ഒരു കവർ ഒരു കൈ ഞാൻ പിടിക്കാം. ഇതിൽ വേണ്ട, ഇതിൽ കൊള്ളില്ല. കൊള്ളോ? ഇതെന്നാണ് എൻ്റെ കൊള്ളുന്ന ഇടാ. ബാക്കി നമുക്ക് ഇവിടെ കൊടുക്കാൻ നേരം എടുക്കാം. ഫുഡ് വേണമന്നാ? വാങ്ങ നമ്മളെ ഫുഡ് കൊടുത്തു. പിന്നെ 2 വെള്ളം കൊടുക്കും. ഒന്ന് പോതുമാ? നോക്കി നിന്ന് മേടിക്കുന്നല്ലേ. ഇന്നലെ മേടിച്ചാളാ? ആ ഇത് പഠിക്കട്ടെ, കൊടുക്കാൻ വെള്ളം പിടിക്കുമോ? വെള്ളം വേണേൽ കുറച്ചും കൂടി. ഇതിൻ്റെ മേലെ വെള്ളം മതിയാവില്ല, കുറച്ചുകൂടെ കേട്ടോ. ഒരു മിനിറ്റ് ഒന്ന് പിടിച്ചേക്കാം. ഹരേ കൃഷ്ണ. അതെ, നമ്മൾ ശ്രീല പ്രഭുപാജിയുടെ നാമത്തിലാണ് ഈ സർവീസൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ആത്മീയ ആചാര്യൻ നമ്മുടെ ജയപ്രദ ഗുരു മഹാരാജ്, നമ്മുടെ ഗുരുപരമ്പര ഭയങ്കര ശക്തമാണ്. ശ്രീല പ്രഭുപാജിയുടെ ഏറ്റവും വലിയ സന്തോഷമാണ് ഫുഡ് കൊടുക്കുന്നത്. അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. സ്കന്ദനക്ക് ഹരോഹര, വെട്രിവേൽ വേലായുധനക്ക് ഹരോഹര, ജ്ഞാനദണ്ഡായുധ പാണിക്ക് ഹരോഹര. പാട്ടിയമ്മ ഇഡ്ലി സോഫ്റ്റ് ആയിരിക്കാ? 2. ആ വീട്ടിലാ വെക്കണത് പാട്ടിയമ്മ. ശരി വരേ. ആ അമ്മയ്ക്ക് നമ്മളാണ് കൊടുക്കുന്നത്. അവർ ചോദിച്ചിട്ടുണ്ടോ? ഇവിടെ ഹോട്ടലിലെ ഇഡ്ഡലിയും നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഇഡ്ഡലിയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും.
ഹോട്ടലിലെ ഇഡ്ഡലിയിൽ അവർ സോഡാക്കാരൊക്കെ ചേർക്കും. പൊങ്ങാൻ വേണ്ടി. അത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഇഡ്ഡലി കണ്ടാൽ അറിയാതെ വീട്ടിലെ ഇഡ്ഡലിയാണ്. അവർ ചോദിച്ചെന്തോ വീട്ടിലെ ഇഡ്ഡലിയാണോ എന്ന്. അതേ മഴ മഴ. லேட் ஆயிருச்சு அக்கா, மன்னிச்சிடுங்க. வாங்க வாங்க அக்கா. அக்கா பிளஸ் பண்ணுங்க எல்லாரையும். எல்லாரும் நல்லா இருக்கணுமா. சரி சரி. எப்படி சொல்ல இப்படி சகல சௌபாக்கியத்தை தீர்க்காய்ச்சா வச்சிருக்கணும் வடப்பயணி ஆண்டவன். தேங்க்யூ அக்கா. கொடுக்கடா அக்கா, சேச்சி கொடுங்க. செல்லக்குட்டி எப்படி இருக்கீங்க? நல்லா இருக்கு கண்ணே. நல்லா இருக்கு. நேத்து வந்த அம்மா, ஆனா அந்த பக்கம் எல்லாரும் வாங்கிட்டாங்க. நாளைக்கு கொண்டு வரும், நாளைக்கு கொண்டு வரும். வெள்ளம் கொடுக்க, வெள்ளம் கொடுக்க. அதோ சேச்சிக்கு வாங்கிக்கோங்க அக்கா, வாங்கிக்கோங்க. இது இந்த அம்மா என்னோட அம்மா தான், எனக்கு கிடைச்ச அம்மா. கண்டிப்பா கண்டிப்பா. இது பிடிச்சேடு. சரி ஓகே, பாய் செல்லம். கண்டிப்பா சொல்றேன் அம்மா. பாய் பாட்டி அம்மா, பாய். வாங்கிக்கோ வாங்கிக்கோ அக்கா. என்னம்மா ഇത് എൻ്റെ ഒരു അമ്മയാണ് കേട്ടാ. ഇത് ഒരു ചെല്ലക്കുട്ടി. எல்லாரும் பார்த்துட்டு இருக்காங்க. நல்லா வச்சிருப்பா எல்லா பிள்ளைங்களையும். വരാമ്മ. ഇന്നും വേണമാ. ഒരു പാട്ടിയമ്മ വരാനുണ്ട്, ആ പാട്ടിയമ്മയ്ക്ക് കൊടുത്തേൽപ്പിക്കും. ഇതെല്ലാം എൻ്റെ ഫ്രണ്ട്സാണ്. ഇഡ്ലി நல்லா இருக்கா அம்மா? தேங்க்ஸ். அப்படியா? தேங்க்ஸ் அம்மா. நான் அவிச்சது വീട്ടിലെ. ബായ് അക്ക. പാപ്പു. ഇനി വേറെ കുറച്ച് അമ്മമാരുണ്ട്, നമുക്ക് അവർക്കൊക്കെ കൊടുക്കാം. ഇവരൊക്കെ നമ്മുടെ ബെസ്റ്റ് ബഡീസാണ്. പാട്ടിയമ്മ ഇഡ്ലി இட்லி இட்லி பரவாயில்ல வச்சுக்கோ, காலையில் சாப்பிட்டுக்கலாம்ல. சாப்பிட்டீங்களா? சரி ஓகே, அப்போ ஓகே. கொடுக்குறேம்மா கொடுக்குறேன். பாட்டி பாட்டி இட்லி அங்க காணா, இங்க வந்து நின்றுட்டு இருக்காங்க, கதை பேசிட்டு தேடிட்டு இருக்கிறோம். நான் தாத்தா இட்லி சாப்பிடுங்க சாப்பிடுங்க. அக்கா உங்களுக்கு சாப்பிட்டியா? சும்மா எல்லா இடத்துலயும் போய் பேசிட்டு நிக்காது, உங்களை தான் நான் தேடிட்டு இருக்கிறேன். அங்கதான் இருக்கும், ஆனா இங்கதான் நின்றுட்டு இருக்கு பேசிட்டு. அப்படியா? சரி அம்மா, நான் கொடுத்துட்டு வரேன். அண்ணா உங்களுக்கு இட்லி வேணுமா? வாங்கிக்கோங்க வாங்கிக்கோங்க. இது கொடுக்குது அதான் பொம்மை பொம்மை. ടിങ് 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 ടിങ്. ഇത് മിഠായിയാണ്, മിഠായി. ഇതിങ്ങനെ വലിച്ചിങ്ങനെ പിടിച്ച മിഠായി അല്ലേ? ഇത് മിഠായി പഞ്ചസാര പാൽ മിഠായി. പുൻസർ പാൽ മിഠായി. நல்ல வியாபாரம் வரட்டும் உங்களுக்கு. தேங்க்ஸ் அண்ணா. வரேன் அண்ணா. കണ്ട. അയ്യോ വെള്ളം തീർന്നാ? ബിന്ദമ്മ എടുത്തിട്ട് വരുമോ? ഇത് പഞ്ചസാര പാൽ മിഠായി. ഇത് മതിയാവും. ഇതോ നോക്കിക്കോട്ടോ, ഈ മിഠായി ഉണ്ടാക്കണം. നോക്കിക്കോ, കാണിച്ചു തരാം. ഇല്ല ക്യാഷ് എടുക്കില്ല, പൈസ എടുക്കില്ല. ഇല്ല ശരി ഓക്കെ. നോക്കിക്കേ, ഈ മിഠായി ഉണ്ടാക്കണം. നോക്കിക്കേ, മിഠായി നോക്കിക്കോ. കണ്ടോ മിഠായി കൊണ്ടൊരു സാധനം ഉണ്ടാക്കുന്നത്. അതിലൊരു കൊള്ളിയിലൊക്കെ കുത്തി ഇങ്ങനെ ഓരോരോ ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കും. കാമിങ് അണ്ണത് സീ താറാവ്. സൂപ്പർ. வரமா வரமா, அந்த கோயிலில் தான் இருக்கிற. வரேன் என்ன கிளம்பலாம், மிட்டாய் கொடுத்துட்டு சொல்லு.
அதான் வரேன் கிளம்பிடுச்சு வரேன் கொஞ்சம் நேரம் தான். அது வேற ஃபோன் அடிச்சுட்டு அண்ணா திட்டுறாதண்ணா, நான் தான் ஃபோன் அடித்தேன் பேசினேன். அது என்னதுண்ணா? அதுக்கெல்லாம் எதுவும் சொல்ல போகிறதில்ல, காமிங்கண்ணா. நான் மட்டும்தான் நான் பேசுவேன். வாவ் சூப்பர் பீகாக். பாய் അണ്ണാ. ദേ ദിവ്യക്കും കൊടുക്കണം മിഠായി കണ്ടോ. അല്ല അത് അതിന് ഓരോ പക്ഷിയൊക്കെ ഉണ്ടാക്കും. താങ്ക്സ് അണ്ണാ, ബൈ. പാട്ടി ഇഡ്ലി നല്ല മിഠായി, ഞാൻ തിന്നു. വെരി ടേസ്റ്റി. വെള്ളം കൊടുക്ക ബിന്ദമ്മ, அவங்களும் கொடுங்க. இனி எத்தனை பேர் இருக்கும்? 2 பேர். அப்ப 4 எண்ணம் கொடுக்கடா. ஐயோ இனியும் 2 எண்ணம் கொடுக்கடா. இதோ கொடுக்குறேன் அம்மா, கொடுக்குறேன். முடியலையா? சரி பரவாயில்ல அம்மா, அதை வச்சுட்டு வாங்க. അതോ இதோ கொடுக்குறேன் அம்மா, கொடுக்குறேன். அது ஓடி வரும். நீங்க எங்கேருந்து நான் யோசிச்சுட்டு இருக்கிறேன். எப்பவுமே ஓடி வருமே, ஆளை காணாம யோசிச்சுட்டு இருக்கிறேன் நான். இட்லி கொடுக்கல? இட்லி சாம்பார் எல்லாருக்கும் இருக்கு. வாங்க வாங்கிக்கோங்க. കുടിക്കരമ്മ കുടിക്കര ഇരിക്ക്. ഇവിടെ അടിയായി, ഫുഡിന് അടിയായി. ഇന്നത് കടിച്ചിരിച്ചാ? சரி பரவாயில்லம்மா, பரவாயில்ல போட்டோம், பரவாயில்ல. அவரு பார்க்காம மதிச்சுட்டு சரி வரைக்கும் பரவாயில்ல, போட்டோம். என்னம்மா இன்னும் வேணுமா? இருக்குது டிஃபன் இருக்குது. வேணுமாமா? வேணுமா? யார் இருக்கு? தண்ணி தானே வேணும். இப்படி ഉണ്ടായിരുന്നല്ല. தண்ணியா? அதோ அவங்க எடுக்கிறது போயிருக்காங்க. இனி எத்தனை வாங்கி இல்ல கொடுத்தோம். இந்த வாங்க கொடுத்தோம். இருக்கு. இதோ அவரு இந்தாங்க. பை இல்லம்மா, அது நாளைக்கு ஃபுட் எடுத்துட்டு வரணும். சரி தண்ணி காலி, நாளைக்கு எடுத்துட்டு வரேன். வா திவ்யா. അയ്യോ നാരായണ. ദിവ്യ ബിന്ദു അമ്മ എവിടെ? കൊടുക്കടാ. அம்மா தண்ணி கொடுக்கற. தண்ணி எடுத்துட்டு வர. இது நம்மள கொடுத்த சாரி இல்ல? நல்லா இருக்கு போடவா. நான் கொடுத்ததான். அப்படியா? சரி மாத்தி கொடுக்கறேன். வெள்ளம் கொடுக்க, ஒரு வெள்ளம் கொடுக்க. ஆமா இல்ல பிந்தமா முங்கில ഉണ്ട്. பொண்ணே எப்படி இருக்கீங்க பாட்டி? சாப்பிட்டீங்களா? இட்லி வாங்கிக்கோங்க. அப்படியா? தண்ணி வாங்கிக்கோ. இல்ல 2 கொடுக்க. ഒന്നേ ഉള്ളൂ. അത് കൊടുത്തോ. എന്താമ്മ? ശരി ബൈ അമ്മ. ഹരേ കൃഷ്ണ. അപ്പം ഇന്നത്തെ 101 പേരുടെ ഫുഡ് കഴിഞ്ഞു. എവിടേക്ക് പോയി പറയാണ്ട്? വെള്ളം എടുക്കാൻ പോകുമ്പോൾ പറഞ്ഞിട്ട് പോകണം. ഞങ്ങളവിടെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളെവിടെ നോക്കിയിട്ട് പറയാതെയുള്ള ഓട്ടം വേണ്ട കേട്ടോ.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ 101 പേരുടെ അന്നദാനം കഴിഞ്ഞു കേട്ടോ. ഭസ്മാസുരൻ്റെ സഹോദരി ഇവിടെ ഉണ്ട്. പൊന്നേ, ചിന്തിക്കാ മേല. ഹൈലി പെരിഷബിൾ. അതങ്ങനെ ആണ് മക്കളെ. അതെ, ഇവിടെ എല്ലാവരും ഫുഡിന് വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കും. ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സുകളാണ്, മൈ മദേഴ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 101 പേരുടെ അന്നദാനമൊക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. കൃഷ്ണ, നാളത്തേക്ക് വെള്ളം ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇനി നാളത്തെ അന്നദാനത്തിൽ കാണാം നമുക്ക്. ഓക്കെ, നാളെ വിളിച്ചോളൂ പ്രഭു. അപ്പോൾ നമ്മളിനി നേരെ വീട്ടിലേക്ക്. സന്തോഷമായില്ലേ എല്ലാവർക്കും? മിഠായിയൊക്കെ തിന്ന് കളിച്ചും ചിരിച്ചും ആടിയും പാടിയും നമ്മുടെ എല്ലാ സങ്കടങ്ങളും എല്ലാം മറന്ന് കുറേ പാവങ്ങളുടെ കൂടെ നമ്മളിങ്ങനെ ഒരു എന്താ പറയുക, അവർക്കിടയിൽ ഒരാളായി നമ്മൾ മാറുന്ന കുറച്ച് സമയം അല്ലേ? അപ്പോൾ ഇനിയിപ്പം നാളെ രാവിലത്തെ ക്ലാസ്സിൽ കാണാം. നാളെ സൺഡേ ആണ്, എനിക്ക് കുട്ടികൾക്ക് ക്ലാസ്സുള്ള ദിവസമാണ്. നോക്കട്ടെ, 2 ക്ലാസ് നാളത്തേക്ക് പറ്റുമോ നോക്കട്ടെ. സാധിച്ചാൽ രാവിലെ എടുക്കും, ഇല്ലെങ്കിൽ മറ്റന്നാളായിരിക്കും ക്ലാസ്. കാരണം നാളെ സൺഡേ അല്ലേ, എല്ലാവരും കിടന്നുറങ്ങും. എനിക്ക് കുട്ടികൾക്ക് ക്ലാസ് എടുക്കണം. കഴിഞ്ഞ ക്ലാസ് ഞാൻ എടുത്തിട്ടില്ല. അപ്പം നാളെ എന്തായാലും കുട്ടികൾക്ക് ഗുരുകുലം ക്ലാസ് എടുക്കാനുണ്ട്. ഇല്ലെങ്കിൽ അവന്മാർ ഭയങ്കര മടിയന്മാരായി പോകും, എല്ലാം മറന്നു പോകുമല്ലോ. മിഠായി ഞാൻ തിന്നു. അതെ, സുന്ദര നിമിഷങ്ങൾ. കറക്റ്റാണ് ത്രിവേണിയമ്മ, നല്ല സന്തോഷമുള്ള നിമിഷങ്ങളാണ്. നമ്മളെ കാത്തിരിക്കുന്ന കുറേ അമ്മമാർ, നമ്മളുടെ പ്രിയപ്പെട്ട അമ്മമാർ. ആ ഇഡ്ഡലിയുടെ രുചിയാണ് അവരെ വീണ്ടും വീണ്ടും നമ്മളോട് വാങ്ങാൻ പ്രേരിപ്പിക്കുന്നത്. ആ ഇഡ്ഡലിൻ്റെയും സാമ്പാറിൻ്റെയും ഒക്കെ രുചിയാണ് അവരെ നമ്മളെടുത്തുനിന്ന് അത് വീണ്ടും വീണ്ടും വാങ്ങണം, കഴിക്കണം, നമ്മൾ നന്നായിരിക്കണം എന്നവർ പറയുന്നത് ആ ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റിയും ആ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റുമാണ്. നമ്മുടെ ഹൃദയം കൊണ്ടാണ് ആ ഭക്ഷണം ഉണ്ടാക്കുന്നത്, നമ്മുടെ അമ്മമാർക്ക് വേണ്ടിയിട്ട്. നമ്മളെ വീടുകളിലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ അച്ഛനമ്മമാർക്കുമാണ്. പക്ഷേ മഞ്ജരീസ് ഉണ്ടാക്കുന്നത് ലോകത്തിലെ നമ്മുടെ അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ കിടന്നുറങ്ങാം. നാളെ കാണാം. ഹരേ കൃഷ്ണ. മഞ്ജരീസ് അല്ലാതെ ആരും ഇങ്ങനെ ചെയ്യില്ല അല്ലേ? അതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാം. നാളെ മിക്കവാറും നിങ്ങൾക്കുണ്ടാവില്ല, നിങ്ങൾക്കിനി തിങ്കളാഴ്ചയായിരിക്കും. കുട്ടികൾക്ക് നാളെ ക്ലാസ്, കുട്ടികൾക്ക് നിർബന്ധമായിട്ടും നാളെ ക്ലാസ് ഉണ്ട്. കുട്ടികളെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുക്കാത്ത കാരണം എല്ലാം പിടിച്ച് കിടന്നുറങ്ങും. നാളെ എല്ലാ എണ്ണത്തിനെയും പൊക്കി പിടിച്ച് നാളെ എല്ലാ എണ്ണത്തിനും രാവിലെ ക്ലാസ് ഉണ്ട്. അപ്പം നാളെ നിങ്ങൾക്കൊഴിവ്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നാളെ സൂമിലൂടെ ഗീതാ ക്ലാസ്. ഓക്കെ, ഹരേ കൃഷ്ണ. ഇന്ന് അന്നദാനം നൽകിയ എല്ലാവർക്കും ഒരുപാട് നന്ദി. എനിക്ക് ട്രാൻസ്പോർട്ടേഷൻ മാത്രം ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാം. ഒരു 400 രൂപ മതി. 200 എൻ്റെ കയ്യിലുണ്ട്. ഒരു 200 മതി. അതാരെങ്കിലും തന്നാൽ സന്തോഷം. കാരണം 200 ഓൾറെഡി ഒരു മാതാജി തന്നു, ഇനി ഒരു 200 മതി. ഓക്കെ, അങ്ങനെ 400 ഉള്ളൂ. അങ്ങനെയൊന്നുമില്ല ത്രിവേണിയമ്മ. എന്നാലും ത്രിവേണിയമ്മയ്ക്ക് ഒരു ക്യാപ്പ് വാങ്ങിച്ചിടാൻ പറ്റാത്തത് എൻ്റെ വലിയൊരു വിഷമമാണ്. അത് ഞാൻ ഇവിടുന്ന് ചെന്നൈയിൽ വരുമ്പോൾ വാങ്ങിക്കൊണ്ടുവരും. മുടി വന്നാലും ഞാൻ ആ ക്യാപ്പിലേക്ക്, അത് ഉറപ്പാണ്. നല്ല ഈ ഏഞ്ചൽസ്മാരിടുന്ന ക്യാപ്പില്ലേ, അങ്ങനത്തെ ഒരു ക്യാപ്പ് അല്ലേ ദിവ്യ? ഓഗസ്റ്റിൽ വരുന്നുണ്ടോ ത്രിവേണിയമ്മ? കാളഹസ്തിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. കാളഹസ്തി നമ്മൾ ആ ഹോട്ടലല്ല താമസിക്കുന്നത്, നമ്മളിതിപ്പോൾ വേറെ ഹോട്ടലിലാണ് താമസിക്കുന്നത്. ആണിപ്പാക്കം ഗണപതി ക്ഷേത്രം, അങ്ങനെ ഒരു 10 ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോരുന്നുണ്ട് ത്രിവേണിയമ്മേ. എല്ലാവർക്കും പോയിട്ട് വരാം. നോക്കൂ, ഞാനും വാങ്ങിച്ചു തരുമായിരുന്നു. ഓക്കെ, രാജുപ്രഭു, നമുക്കൊന്ന് ഒരു പിടുത്തം പിടിച്ചാലോ? അപ്പം ശരി കേട്ടാ, നല്ല സന്തോഷമായിട്ട്. നാളെ വിളിക്കൂ. ഹരേ കൃഷ്ണ. നാളെ കാണാം. എൻ്റെ പ്രിയപ്പെട്ട അകലെ ഇരുന്ന് എന്നെ കാണുന്ന, ഞാൻ കാണുന്ന എൻ്റെ അമ്മമാർക്ക്, എൻ്റെ സഹോദരങ്ങൾക്ക്, എൻ്റെ കൂടപ്പിറപ്പുകൾക്ക്, എന്നെയും മഞ്ജരീസിനെയും ഇത്രയധികം സ്നേഹിക്കുന്ന എൻ്റെ മഞ്ജരീസ് കുടുംബത്തിന്
എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും ഗുരുവായൂരപ്പൻ മാറ്റി തരട്ടെ. കിച്ചൂട്ടൻ എന്നും നിങ്ങളുടെ കൂടെയുണ്ട്. എൻ്റെ ഹൃദയത്തിൽ എന്നും നിങ്ങൾ എല്ലാവരും. ഓക്കെ, നമുക്ക് പോയിട്ട് വരാം. അമ്മേ ഉള്ളത് കൊണ്ട് ഓണം പോലെ പോയിട്ട് വരാം. ഓക്കെ, ഗുഡ് നൈറ്റ്. മറ്റന്നാൾ കാണാം. ഉണ്ണികൃഷ്ണൻ പ്രഭു, നമ്മുടെ മറ്റേ ശ്രീധരൻ പ്രഭുവിനോട് എൻ്റെ അന്വേഷണം പറയണം. എൻ്റെ പ്രാർത്ഥനയിലുണ്ട്. പ്രസന്നാമേ ആരോഗ്യമൊക്കെ നന്നായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ശ്രീകുമാരി മാതാജി സുഖമായിരിക്കുന്നു. മറ്റേ ശ്രീകുമാരി മാതാജിയുടെ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. മോട്ടി ബിജു, ശ്രീകല മാതാജി, വിജയ് പ്രഭു, അമ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, പ്രീത മാതാജി എൻ്റെ പ്രാർത്ഥനയിലുണ്ട് പറഞ്ഞ കാര്യങ്ങൾ. ജിത്തു, ആ വിഷ്ണുവിനെ ഒന്ന് കൈയോടെ പൊക്കിക്കോ. 2 ദിവസമായിട്ട് കാണുന്നില്ല, മുങ്ങി നടക്കുന്നുണ്ട്. അവൻ്റെ സ്റ്റാറ്റസിൽ അവൻ വല്ല പ്രേമത്തിലും കുടുങ്ങിയോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അവൻ്റെ പ്രേമം നമുക്ക് പൊളിക്കണമുണ്ടെങ്കിൽ. ജയശ്രീ മാതാജി, നാരാ, ഓക്കെ ഉണ്ണികൃഷ്ണൻ പ്രഭു, വിജയലക്ഷ്മി മാതാജി, അംബിക മാതാജി 2-3 ദിവസമായി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കോള് ഞാൻ കാണുന്നു. നമുക്ക് സംസാരിക്കാം നാളെ. പിന്നാരാ, പിന്നെ നമ്മുടെ എനിക്ക് പിന്നെ പരിചയമുള്ളവർ മഞ്ജരീസ്, പുതിയ ആരൊക്കെയോ വരുന്നുണ്ട്. ഗജേഷ് കലപതി, അറിഞ്ഞൂടാ ആരാണ്. നളിനി മാതാജി, ടേക്ക് റെസ്റ്റ് ലൈറ്റ്ലി, സന്തോഷമായിട്ട് റെസ്റ്റ് എടുക്കണം വീട്ടിൽ കേട്ടോ. ശ്യാമ മാതാജി പ്രാർത്ഥനയിലുണ്ട്, മറന്നിട്ടില്ല. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ലിസ്റ്റ് അവിടെ ഉണ്ട് ഒരു ഫയലിൽ. താങ്ക് യു ശ്യാമ മാതാജി, താങ്ക് യു സോ മച്ച് ആ 200 തന്നതിന്. വാസന്തി മാതാജി മെഡ്രാസാണ് സർ. സത്യനാരായണൻ പ്രഭു, പിന്നെ നമ്മുടെ ജിഷ മാതാജി, ശാലിനി മാതാജി, ഷീല മാതാജി, നമ്മുടെ സൗന്ദര്യ മാതാജിയുടെ ചേച്ചി ഇന്നലെ മരിച്ചുപോയി. സൗന്ദര്യ മാതാജി കുറച്ച് വിഷമത്തിലാണ്. പക്ഷെ ഇന്നലെ രാത്രി വിളിച്ച് സംസാരിച്ചു. നല്ലൊരു ഭക്തയായിരുന്നു അവരും ആ ആത്മാവിനെ വേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ, ശ്രീകല മാതാജി ഓർമ്മയില്ലേന്നോ? ആര് മറക്കുന്നു? ഓർമ്മയുണ്ട്. ഓക്കെ, പിന്നെ വേറെ സെൽവൻ പ്രഭു. ശരിക്കും എനിക്ക് നിങ്ങളെ ഒന്നും ഇങ്ങനെ വിട്ടു പോണത് ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യും. പക്ഷേ പോയിട്ട് പാത്രം കഴുകണേ. നാളത്തേക്ക് ഇഡ്ഡലി ഉണ്ടാക്കണമെങ്കിൽ ഇന്ന് രാത്രി മാവ് കുതിർക്കാനിടണ്ടേ? എന്നാലല്ലേ രാവിലെ ഇറക്കാൻ പറ്റൂ. 4 മണിക്ക് എണീറ്റിട്ട് മാവ് അരച്ച് വെച്ചാലല്ലേ, ഉപ്പിട്ട് കലക്കി വെച്ചാലല്ലേ എനിക്ക് പിള്ളേർക്ക് ക്ലാസ് എടുക്കാൻ പറ്റൂ. ഓക്കെ, പിന്നെന്താ വിശേഷം? വേറെ ഒന്നുമില്ലല്ലോ. അപ്പം എല്ലാവരും ഹാപ്പി. പേര് വിളിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട. രാജു പ്രഭു, നാളെ വിളിക്കൂ, നമുക്ക് സംസാരിക്കാം. അങ്ങയുടെ കാര്യവും എൻ്റെ ഹൃദയത്തിലുണ്ട്, പ്രാർത്ഥനയിലുണ്ട്. ഞാനും പ്രസന്റ്. രമ്യ മാതാജി, വിജയലക്ഷ്മി മാതാജി, രമ മാതാജി, ബിന്ദു മാതാജി, ബിജു പ്രഭു. ബിജു പ്രഭു ദുബായിൽ നിന്ന് വന്നപ്പോൾ എനിക്കൊരു ഹാൻഡ് ബാഗ് അയച്ചു. നല്ല ബാഗ്, ഒരു വൈറ്റ് ഹാൻഡ് ബാഗ്, നല്ല, പിന്നെ തലവേദനയുടെ മരുന്നും. താങ്ക് യു ബിജു പ്രഭു, താങ്ക് യു സോ മച്ച്. അങ്ങയുടെ വൈഫ് എനിക്കത് കൊറിയർ അയച്ചു. അപ്പോഴേക്കും അങ്ങ് ഗൾഫിലെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങയുടെ വൈഫ് എന്നെ വിളിച്ച് പറഞ്ഞു, മാതാജി ചേട്ടൻ കൊണ്ടുവന്നതാണെന്ന്. ഒരുപാട് താങ്ക്സ്, ഒത്തിരി സന്തോഷം. ഞാനത് റിസീവ് ചെയ്തു. ഞാനിനി യാത്രയിൽ അത് കൊണ്ട് നടക്കാം. ഓക്കെ, വൈറ്റ് ഹാൻഡ് ബാഗ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെന്താ അപ്പോൾ ഞാൻ പോട്ടെ, നമുക്ക് പോട്ടെ അമ്പാനെ. നാളെ കാണാം. പുതിയ ആൾക്കാർ കാണുമ്പോൾ വിചാരിക്കും ഇവർക്ക് എന്താ വട്ടാണോ? സത്യമായിട്ടും വിചാരിക്കും. പ്രഭു, നാളെ കാണാം കേട്ടോ. എന്തെങ്കിലും അത്യാവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കൂ രാത്രിയിൽ. എമർജൻസിയാണ്, ഇല്ലെങ്കിൽ ഞാൻ ഉറങ്ങും. അങ്ങനെ പോകുന്നു. സത്യപ്രഭു കുറച്ച് വർക്കൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് ഷൂട്ടും കാര്യങ്ങളും മഞ്ജരീസും ക്ലാസ്സും ഒക്കെ ആയിട്ട് പോണു. പിന്നെ അങ്ങേക്ക് സന്തോഷമുള്ള കാര്യമുണ്ട്, ഒന്ന് മെസ്സേജ് ഇടും, ഞാൻ അറിയിക്കാം. അങ്ങേക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമുണ്ട്. പിന്നെ നമുക്ക് നാളെ കാണാം. നാളെ കുട്ടികളുടെ ക്ലാസ് നേരത്തെ കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് എടുക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്.
എല്ലാവരും സ്വസ്ഥമായി കിടന്നുറങ്ങുക. ഇഫ് എനി എമർജൻസി ആണെങ്കിൽ മാത്രം വിളിക്കൂ, ഇല്ലെങ്കിൽ റെസ്റ്റ് എടുക്കൂ എല്ലാവരും.